മരണമില്ലാത്ത ജീവിതം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയിരിക്കും? പ്രായം ഒരു സംഖ്യ മാത്രമായിരിക്കുമല്ലേ? സാങ്കേതിക വിദ്യ അന്ത്യനഷ്ടമില്ലാത്തൊരു ജീവിതം നൽകുമോ? ഇന്ന് നമ്മൾക്ക് ശ്വാസത ജീവിതത്തിന്റെ ശാസ്ത്രവും ദാർശനികതയും നോക്കാം. ശ്വാസത ജീവിതത്തിന്റെ ചിന്തകൾ ഇന്ന് ലോകത്തെ മുഴുവനും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗവേഷകർ ജീവിതം നീട്ടി നൽകുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്നു. സീനോലിറ്റിക്സ് അതായത് വാർദ്ധക്യം ബാധിച്ച കോശങ്ങളെ പല ഡ്രഗ്സിന്റെയും ഉപയോഗത്തിലൂടെ നശിപ്പിച്ച് വാർദ്ധക്യം സംബന്ധിച്ച രോഗങ്ങളെ ഇല്ലാതാക്കുന്നു. ഇത്തരത്തിലുള്ള സോംബി കോശങ്ങളെ റിമൂവ് ചെയ്യുന്നതിലൂടെ ഏജിംഗ് സ്ലോ ആക്കാൻ കഴിയുന്നു. ഇതിൽ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. ജീവിതം നീട്ടിക്കൊണ്ടു പോവാനുള്ള മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ക്രയോണിക്സ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ശരീരം ലോ ടെമ്പറേച്ചറിൽ ഫ്രോസ് ചെയ്ത് സൂക്ഷിക്കുക. ഭാവിയിൽ എന്ത് രോഗം മൂലമാണോ മരണപ്പെട്ടത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞാൽ തിരിച്ച് ജീവനിലോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്യുമ്പോൾ ശരീരം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഐസ് ക്രിസ്റ്റൽ ശരീരത്തിലെ കോശങ്ങളെ ഡാമേജ് ആക്കും, പ്രത്യേകിച്ച് ബ്രെയിൻ സെല്ലുകളെ. ക്രയോണിക്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോ ഇത് വെറുമൊരു സയൻസ് ഫിക്ഷൻ മാത്രമാവുമോ? ഇനി പറയാൻ പോകുന്നത് ബയോളജി ഇല്ലാതെ മരണമില്ലാത്ത ജീവിതം സാധ്യമാക്കാമോ എന്നുള്ളതിനെ കുറിച്ചാണ്. മൈൻഡ് അപ്ലോഡിംഗ്, അതായത് നമ്മളുടെ ബോധ മനസ്സിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് മാറ്റുന്നതിനെയാണ് മൈൻഡ് അപ്ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ എക്സൈറ്റഡും അതേപോലെ തന്നെ പല വെല്ലുവിളികളും ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. സങ്കല്പിക്കൂ, നിങ്ങളുടെ ബ്രെയിനിലെ ഓരോ ന്യൂറോണുകളെയും സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഓർമ്മകളെ, ചിന്തകളെ, ഇമോഷൻസ് എല്ലാം മാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഒരു വിർച്വൽ റിയാലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതാണ് മൈൻഡ് അപ്ലോഡിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബ്രെയിനിൽ നിന്നും ബോധ മനസ്സിനെ എങ്ങനെ ഉണർത്തും എന്നതും ജീവനില്ലാതെ എങ്ങനെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യിക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷകർ. ചിലർ പറയുന്നത് മൈൻഡ് അപ്ലോഡിംഗ് വഴി എന്നേക്കുമായി ജീവിക്കാൻ കഴിയും. പക്ഷേ അതൊരു ഫിസിക്കൽ ബോഡിയിലൂടെ ആയിരിക്കില്ല, ഒരു ഡിജിറ്റൽ സ്പേസിലൂടെ ആയിരിക്കും. ഇതിലെ ഏറ്റവും വലിയ ചോദ്യം, അങ്ങനെ സംഭവിച്ചാൽ അത് ശരിക്കും നിങ്ങളായിരിക്കുമോ, അതോ നിങ്ങളുടെ ഓർമ്മകളുടെയും പേഴ്സണാലിറ്റിയുടെയും വെറും ഒരു കോപ്പി മാത്രമായിരിക്കുമോ? ഇനി നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. എന്നേക്കുമുള്ള ജീവിതം അനിവാര്യമാണോ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കും? ഓവർ പോപ്പുലേഷനിലോട്ട് ചെന്നെത്തിക്കും അല്ലേ? റിസോഴ്സുകൾക്ക് നമ്മൾ എവിടെ പോവും? സാമൂഹ്യ അനീതി ഉണ്ടാവില്ലേ അവിടെ? പണമുള്ളവർക്ക് മാത്രം മരണമില്ലാത്ത ജീവിതം. ഇനി ഇതിന്റെ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്താണ്? 100 കണക്കിന് വർഷം ജീവിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ ഒരു അർത്ഥവും ഇല്ലാതെ ആയി പോകുമോ? ചില ഫിലോസഫർ പറയുന്നത് മരണമാണ് ജീവിതത്തിന്റെ അർത്ഥം നൽകുന്നത് എന്നാണ്. അതില്ലാതെ ആയാൽ പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം, സ്നേഹം എല്ലാം ഇല്ലാതാവും. തോമസ് മെറ്റ്സിംഗർ പറയുന്നത് എന്നേക്കുമായുള്ള ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ജീവന്റെ എല്ലാ എസൻസും മായ്ച്ചു കളയും എന്നാണ്. അങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പോൾ സയൻസും ടെക്നോളജിയും എല്ലാം മുന്നേറുമ്പോൾ ഇമ്മോർട്ടാലിറ്റി എന്ന ഐഡിയ ഒരു ഫാന്റസിയിൽ നിന്നും റിയാലിറ്റിയിലോട്ട് വരും. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എന്നേക്കുമായി ജീവിക്കണോ?